എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നിങ്ങൾ വായിക്കണം. അതിലെവിടെയെങ്കിലും ഒരു വരി അല്ലെങ്കിൽ ഒരക്ഷരം ജി സുധാകരനെതിരായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. പകരം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ കഴിവുകളെ സംബന്ധിച്ചാണ്. ഞാൻ നടത്തിയിട്ടുള്ള ഒരു വിമർശനത്തിന് അദ്ദേഹം ഉരുളക്കുപ്പേരി തരുന്നത് പോലെയാണ് എനിക്ക് മറുപടി തന്നത്. അതാണ് മാക്ബത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ പരാമർശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. രണ്ടാമത്, അദ്ദേഹത്തെ മാനസികമായി വിഷമിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു സ്വന്തം പ്രിയപ്പെട്ട സഹോദരൻ ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വം. 2007 ഞാൻ എൻ്റെ ലൈബ്രറിയിൽ ആദ്യത്തെ രക്തസാക്ഷിയുടെ ഫോട്ടോ ഉള്ളത് ഭുവനേശ്വരനാണ്. അതോടൊപ്പം തന്നെ മന്ത്രിമാരായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും വളരെ വളരെ യോജിപ്പിലായിരുന്നു. അതിൻ്റെ ഭാഗമായി എൻ്റെ വകുപ്പിന് ഒട്ടേറെ സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളത്. ഇടയ്ക്ക് ഞാൻ വിളിക്കും. എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ചില ആശങ്കകളുണ്ട്. അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. അത് വേണ്ടപ്പെട്ടവർ പരിശോധിക്കണം. രണ്ടാമത്തെ പ്രശ്നം, അങ്ങനെ ഒരു അവഗണന ഉണ്ട് എന്ന് തോന്നുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ചില അമർഷം രൂപം കൊള്ളും. അതൊരിക്കലും പാർട്ടിയുടെ പൊതു ഇമേജിനെതിരായി പുറത്തു വരാൻ പാടില്ല. അക്കാര്യത്തിൽ വളരെ നിഷ്കർഷതയുള്ള വാശിയുള്ള ഒരാളായിരുന്നു സഖാവ് ജി സുധാകരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു രൂപത്തിലും ഒരഭിപ്രായ വ്യത്യാസവും ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ അടുത്ത കാലത്തുള്ള സംഘടനാപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ പരിശോധിക്കേണ്ടത് പരിശോധിക്കണമെന്നും അതേ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളോ മാനസിക വിഷമതകളോ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അന്തസ്സിന് നിരക്കാത്ത രൂപത്തിൽ പുറത്തു വരാൻ പാടില്ല എന്നുള്ളതും അത് അദ്ദേഹത്തിന് മാത്രമല്ല എനിക്കും ബാധകമാണ്. ഈ ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ SFIയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് എരിവും പുളിയുള്ള വാക്കുകൾ ഞങ്ങൾ പറയാറുണ്ട്. പഴയ ഒരു ചർച്ചയുടെ സമ്മേളന നടത്തിപ്പിൻ്റെ ഒരു രംഗം പുതിയ തലമുറയൊന്ന് അറിയട്ടെ എന്നുള്ളത് കൊണ്ടാണ് KSFI ഓഫീസേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിട്ട കുറിപ്പിൽ ഈ ഒരു ഭാഗം സൂചിപ്പിച്ചത്. ഓക്കെ, എന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി, തിരിച്ചറിഞ്ഞത് വൈകിയാണ്. പക്ഷേ ജി സുധാകരൻ പഴയ ജി സുധാകരൻ തന്നെ, മാറ്റമില്ല. അതെ അതെ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അകത്ത്. ഞാൻ പഴയ രൂപത്തിൽ ശക്തമായി ഈ ഒരു ഭാഷ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഈ വിമർശനത്തിനും അഭിപ്രായം പറയുന്നതിനൊക്കെ അതത്ര വേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്തരം ചില പരാമർശങ്ങൾ സുധാകരനെ വല്ലാതെ വിഷമിപ്പിച്ചതാണ്. അത് പിന്നീട് ഞാൻ തന്നെ കൺഫസ് ചെയ്തിട്ടുണ്ട്, അത്ര വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. അത് എൻ്റെ ഒരു മാറ്റമാണ്. പിന്നീടുള്ള ജി സുധാകരൻ SFIയുടെ ഒരു മനസ്സാണ്. SFIയുടെ ഒരു മനസ്സുണ്ട്, അതിപ്പോഴും ഉണ്ട്. അത് മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പറഞ്ഞ മനസ്സില്ലേ, അത് മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല.